മരണത്തിൻ്റെ കവാടം വരെ ചെന്നിട്ടും കുഞ്ഞിൻ്റെ മുഖം കണ്ടപ്പോൾ അമ്മ പറഞ്ഞു സുഖപ്രസവമാണെന്ന്. അങ്ങനൊരു വേടില്ലേ നമ്മുടെ ഒബ്സ്ട്രിക്സുമായിട്ട് ബന്ധപ്പെട്ട്? സുഖപ്രസവമാണ്. എന്ത് സുഖപ്രസവം അല്ലേ? സോ COP 10C says that persons caring for high-risk obstetric cases are competent. ഇത് നമ്മളുടെ സ്ഥാപനത്തിൽ വരുന്ന ഒബ്സ്ട്രിക് കേസസിൽ റെയറായിട്ട് സംടൈംസ് ഫ്രീക്വൻ്റ് ആയിട്ട് ഹൈ റിസ്ക് ഒബ്സ്ട്രിക് കേസസ് വരുന്നുണ്ട്. നമുക്ക് അതൊരു ഡോക്ടറുടെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല. ഒബ്സ്ട്രിക് കേസസിൽ നേഴ്സിൻ്റെ പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേഴ്സ് അതിൽ പ്രാക്ടീസ്ഡ് ആയിരിക്കണം. അത് ട്രെയിനിങ് ഉണ്ടാവണം, എക്സ്പീരിയൻസ് ഉണ്ടാവണം, ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം. ഡോക്ടർക്കും അതെ, നേഴ്സിനും അതെ. പക്ഷെ ഗൈനക് കേസിൽ, ഒബ്സ്ട്രിക് കേസിൽ പലപ്പോഴും ആ ഹൈ റിസ്ക് സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന പേഷ്യൻറ്റിനെ കൃത്യമായും മാനേജ് ചെയ്യാനുള്ള കോമ്പിറ്റൻസി ഉണ്ടാവേണ്ടത് ഡോക്ടർക്കും അതെ, നേഴ്സിനും ഉണ്ടാകണം. സോ അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഓടിച്ചാടി നടന്നൊരു പെൺകുട്ടിയവൾ ഒതുങ്ങി നടന്നു തുടങ്ങിയത് അവൾ അമ്മയാകാൻ പോകുന്നു എന്ന് അറിഞ്ഞ നിമിഷം മുതലാണ് എന്ന് നാട്ടുംപുറത്ത് നമ്മൾ പറയാറുണ്ട്. അതിലേറ്റവും ടെൻഷനുള്ളത് എപ്പോഴാണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ, നിങ്ങളൊരു പ്രഗ്നൻസി പീരീഡിൽ കൂടെ കടന്നു പോയപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ടെൻഷൻ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തു പറയും? ആ ഒബ്സ്ട്രിക് കേസ് നിങ്ങളായിരിക്കുന്ന ഒരു സമയം അതൊരു ഹൈ റിസ്ക് ഫാക്ടറായി മാറുമോ എന്നത്. സോ COP 10C, persons caring for high risk obstetric cases are competent.